ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ജുറിസ്ഡിക്ഷൻ, അതായത് ഈ കുറ്റകൃത്യം നടന്ന ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ കേസെടുത്ത ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനാണ്. ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനോ അതല്ലെങ്കിൽ കുന്നമംഗലത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസ്, ചേവായൂർ തന്നെയുള്ള മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിൽ എത്തിക്കാനോ ഈ 3 സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതല്ലെങ്കിൽ കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ആളുകളുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഔട്ട്റേജ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ അനുകൂലിച്ചും ഈ ഷിംജിത മുസ്തഫയെ അനുകൂലിച്ചും ദീപകിനെ അനുകൂലിച്ചും ഒക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഓടിക്കൂടുന്ന അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരുപക്ഷെ ഒരു രഹസ്യ വിവരം ലഭിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത അവിടെ സലാം കാണുന്നുണ്ടോ? ആൾക്കാർ അങ്ങനെ കൂടിയിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളടക്കം അത്തരത്തിൽ പ്രതിഷേധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ കൂടിയിട്ടുണ്ടോ? പോലീസിന് അത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ജിന, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കൃത്യമായി ആളുകൾ പോലീസ് സ്റ്റേഷന്റെ ചുറ്റും ഓടിക്കൂടുന്ന അല്ലെങ്കിൽ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ രീതിയിൽ നേരത്തെ തന്നെ ഇവർ പിടിയിലായി എന്നുള്ള വിവരം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ BJP പ്രവർത്തകർ വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തമ്പടിക്കുന്ന ഒരു സ്ഥിതി ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായി. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ടാകണം. ആ രീതിയിൽ ഇവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാരണമായി പോലീസ് ഒരുപക്ഷെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമായിരിക്കും. ആ രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം സ്റ്റേഷന് മുൻവശത്തും അതോടൊപ്പം തന്നെ ഈ റോഡിലേക്കൊക്കെ തന്നെ ഈ സ്റ്റേഷന് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശത്തുള്ള ഈ റോഡിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, സ്ത്രീകൾ അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ ഈ ആശുപത്രിയിലേക്ക് വന്ന ആളുകൾ. അങ്ങനെ ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ക്രമസമാധാന പ്രശ്നം ആയി മാറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. ആ രീതിയിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഇവർക്ക് നേരെ ആളുകളുടെ പ്രതിഷേധം കടക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് നേരെ ശാരീരിക ഉപദ്രവം അടക്കമുള്ള ശാരീരിക ആക്രമണം അടക്കമുള്ള ആ രീതിയിൽ ഒരു കനത്ത സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒരു പക്ഷേ പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണ് പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ പോലീസ് നിർബന്ധിതരായി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു വിവരവും, അതായത് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതോ ഇവരെവിടെയാണ് ഒളിവിൽ കഴിയുന്നത് അല്ലെങ്കിൽ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച യാതൊരു വിവരവും പുറത്തുവിടാതെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അതീവ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇവർ വടകരയിലെ ബന്ധുവീട്ടിലുണ്ടെന്ന് അറിയുകയും അവിടെ എത്തി അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇത് പോലീസിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് തള്ളിക്കളയാനാകില്ല, കാരണം തള്ളി പറയാനാകില്ല. കാരണം ആ രീതിയിൽ ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഔട്ട്റേജ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പരിസരത്ത് നിന്ന് നമുക്ക് പറയാനാകും. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കുറെ കൂടി കനത്ത പ്രതിഷേധത്തിലേക്കോ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനോ ഉള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അത് പോലീസിനും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ആ രീതിയിൽ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം സംഘടിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലോ എത്തിക്കാനായിരിക്കും പോലീസിന്റെ ശ്രമം. അതല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ, അതായത് കുന്നമംഗലം കോടതി നിലനിൽക്കുന്ന ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കുന്നമംഗലം പോലീസ് സ്റ്റേഷനാണ്. ഒരു പക്ഷേ അവിടെ ഹാജരാക്കി അവിടെ നിന്നും കോടതിയിൽ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപത്ത് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം തമ്പടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സംഘടിച്ച് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസിനുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് ഈ കുറ്റകൃത്യം നടന്ന മെഡിക്കൽ കോളേജ് പോലീസ് അല്ലെങ്കിൽ പരിധി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. ഒരുപക്ഷെ ഇവിടേക്ക് എത്തിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നതിന് പിന്നിൽ ഈ കൃത്യമായ അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുണ്ടാകാനുള്ള ഒരു പ്രതിഷേധ സാധ്യതയായിരിക്കാം എന്നുള്ളത് കൂടിയാണ് ഇവിടെ നിന്നും പറയാനാകുക. ഏതായാലും ഇപ്പോൾ ഷിംജിത മുസ്തഫയെ കയറ്റിക്കൊണ്ടുപോയത്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി കാണാം. ഷിംജിത മുസ്തഫ കയറുന്നത് ഒരു കാറിലാണ്, സ്വകാര്യ വാഹനത്തിലാണ്. അങ്ങനെ ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റി, അതായത് ഒരു മീഡിയ അറ്റൻഷൻ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോകാതെ
കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റിയാണ് ഇവരെ കൊയിലാണ്ടിയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്തത്.